വെളുത്ത നിറത്തിലുള്ള ഈ പയറിനെ കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിരുന്നു. 2 ഉള്ളി, 2 തക്കാളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 5 വെളുത്തുള്ളി എന്നിവയാണ് എടുത്തത്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം വഴറ്റിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയതിനു ശേഷം അരച്ചെടുക്കണം. അതുകൊണ്ട് കുറച്ചു നേരം തണുക്കാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെളുത്ത പയർ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് 10 മിനിറ്റ് ആണ് വേവിക്കേണ്ടത്. വഴറ്റിയത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. നേരത്തെ വഴറ്റി അതേ ചീനച്ചട്ടിയിലേക്ക് 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കറുകപ്പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ഇത് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് വഴറ്റാം. അധികം വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ വഴറ്റിയതാണ്. അതുകൊണ്ട് 1 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച വെളുത്ത പയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് വേവിക്കുമ്പോൾ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ച് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ വെളുത്ത പയർ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.